നമസ്കാരം. ശാസ്ത്രി റോഡിലെ ഒരു ഹോട്ടൽ മുറിയിൽ പ്രണയത്തിലായിരുന്ന യുവതിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. പുതുപ്പള്ളി സ്വദേശിയായ നന്ദകുമാർ 22 വയസ്സ്, മരിയാത്തുരുത്ത് സ്വദേശി ആസിയ 20 വയസ്സ് എന്നിവരെയാണ് വെള്ളിയാഴ്ച ഹോട്ടൽ മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തങ്ങളുടെ പ്രണയബന്ധത്തിന് വീട്ടുകാർ എതിരുനിന്നതിനെ തുടർന്ന് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പായതോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് മുറിയിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇരുവരും ഹോട്ടലിൽ മുറിയെടുത്തത്. പ്രണയത്തിലായിരുന്ന ആസിയയും നന്ദകുമാറും വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഇരു വീട്ടുകാരും കർശനമായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇവർ ഈ കടും കൈ ചെയ്തതെന്ന് വെസ്റ്റ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒന്നിച്ച് ജീവിക്കണമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ് ഇരുവരും മുൻപും വീട് വിട്ടു പോയിരുന്നു. അന്ന് വീട്ടുകാർ ഇവരെ കണ്ടെത്തുകയും വീടുകളിലേക്ക് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതിരുന്ന നന്ദകുമാറും ആസിയയും വ്യാഴാഴ്ച വീണ്ടും കണ്ടുമുട്ടുകയും പിന്നീട് ഹോട്ടലിൽ മുറിയെടുക്കുകയും ചെയ്തു. വ്യാഴാഴ്ച ആസിയയെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു. രാത്രി 9:15 ഹോട്ടൽ മുറി തുറക്കാതിരുന്നതിനെ തുടർന്ന് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് SHO MJ അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി മുറി തുറന്നപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഇരുവരും വിവാഹം കഴിക്കണമെന്ന ഉറച്ച തീരുമാനവുമായി വീട് വിട്ടിറങ്ങിയതും ഹോട്ടലിൽ മുറിയെടുത്തതും. പിന്നീട് ഇവരെ കാണാനില്ലെന്ന് കാണിച്ച് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. അതേസമയം ഒരിക്കൽ ഇവർ വീട് വിട്ടു പോയതാണ് പിന്നീട് തിരികെ എത്തിച്ചിട്ടും ബന്ധം തുടർന്നിരുന്നു. ഇതിൽ വീട്ടുകാർക്ക് അമർഷമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അവർ കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് വീട്ടിൽ നിന്ന് പിന്നീടും പോയത്. ഒടുവിൽ അത് ആത്മഹത്യയിൽ ചെന്നെത്തി നിൽക്കുകയായിരുന്നു. ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഇരു വീട്ടുകാരും കർശനമായി ആവശ്യപ്പെട്ടതോടെയാണ് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന നിഗമനത്തിലെത്തിയത്. മരണം വരെയും മരണശേഷവും ഒന്നായിരിക്കണം എന്ന വികാരമാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി മുതൽ മുറിയിൽ തങ്ങിയ ഇവർ വെള്ളിയാഴ്ച വൈകുന്നേരമായിട്ടും പുറത്തിറങ്ങാതിരുന്നതും വാതിലിൽ തട്ടിയിട്ട് പ്രതികരണം ഇല്ലാതിരുന്നതും ഹോട്ടൽ ജീവനക്കാരിൽ സംശയമുണർത്തി. പിന്നീടാണ് രാത്രി 9:30 ജീവനക്കാർ തന്നെ പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് സംഘം സ്ഥലത്തെത്തി നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അവിടെ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഇരുവരുടെയും വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതേസമയം കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു.